ഹായ് ഡിയർ ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി ആയിട്ട് ചേന കൊണ്ട് എങ്ങനെ അച്ചാർ തയ്യാറാക്കാം എന്ന് നമുക്ക് ഇന്ന് കാണാം. അതിനായിട്ട് 300 ഗ്രാം ചേന തൊലി കളഞ്ഞ് കഴുകി ഈ ഒരു കണത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചേന നമുക്ക് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചേന ഇതുപോലെ ഇതിലേക്കിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വറുത്ത് കിട്ടിയാൽ മതിയാകും. ഇപ്പം ചേന വറുത്ത് വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ ഒന്ന് നോക്കുമ്പോൾ ഈ ചേന വെന്തായിട്ട് കാണാൻ സാധിക്കും. ഒരുപാട് അങ്ങ് മൂപ്പിച്ചിട്ടില്ല, ലൈറ്റായിട്ടാണ് നമ്മളിവിടെ വറുത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് എടുക്കാം. അങ്ങനെ ചേന ഫുള്ള് ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതേ ഓയിലിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഏറ്റവും ചെറുതാക്കി വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചേന ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നിളക്കാം. ഇപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ച് വിനാഗിരിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ചേന അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ.